നമസ്കാരം. NBC ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഈ ആധുനിക കാലഘട്ടത്തിലും മുരുകൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി എന്ന ദേവതാ സങ്കല്പം ഓരോ മനുഷ്യ മനസ്സിലും സൃഷ്ടിക്കുന്ന സ്വാധീനം അത് എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്? ഓജരാശിയിൽ നിൽക്കുന്ന ചൊവ്വയെ സുബ്രഹ്മണ്യനാണ് പ്രതിനിധാനം ചെയ്യുന്നത്. സുബ്രഹ്മണ്യന്റെ പ്രാധാന്യം പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. ഈ കാലയളവിലെ മനുഷ്യരുടെ മനസ്സിന്റെ താളം എങ്ങനെയാണോ അതിനനുസൃതമായ ദേവതയ്ക്ക് പ്രാധാന്യം കൂടുകയാണ്. ചൊവ്വ വിപ്ലവാത്മകമായ നീക്കങ്ങൾ നടത്തുന്ന ഒരു ഗ്രഹമാണ്. വിപ്ലവ വീര്യങ്ങളെല്ലാം ചൊവ്വയെ കൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചൊവ്വയ്ക്ക് ശക്തമായ ബലം കൂടുതലുള്ളവരെ ചുവന്ന വസ്ത്രങ്ങൾ പരമാവധി ധരിക്കരുതെന്ന് പറയും. ചൊവ്വയ്ക്ക് കൂടുതൽ ശക്തമായ ബലമുള്ളവര് ചുവന്ന വസ്ത്രങ്ങൾ പരമാവധി ധരിക്കരുത്. കാരണം അതൊന്നുകൂടെ വിപ്ലവം കൂടി അത് ആസുരികതയിലേക്കും പോകാം. വിപ്ലവത്തിന് രണ്ട് മുഖമുണ്ടല്ലോ, ഒന്ന് ദൈവികതയുണ്ട്, ഒന്ന് ആസുരികതയുണ്ട്. തിന്മയുടെ വിപ്ലവമുണ്ട്, നന്മയുടെ വിപ്ലവമുണ്ട്. അപ്പോൾ നന്മയുടെ വിപ്ലവത്തിന് തിന്മയുടെ വിപ്ലവത്തിലേക്ക് അത് നയിക്കപ്പെട്ടാൽ കുഴപ്പമാകും. അതുകൊണ്ടാണ് ചൊവ്വയ്ക്ക് ബലം കൂടുതൽ ഉള്ളൊരു ചുവന്ന വസ്ത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ചുവപ്പിന്റെ പ്രതീകമാണ് ചൊവ്വ. ചൊവ്വ ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളിയെയും പറയണം. ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വഴിപാടുകൾ കഴിച്ചാലും പ്രാർത്ഥിച്ചാലും മന്ത്രം ജപിച്ചാലും ഒക്കെ വളരെ വേഗം ഗുണം ലഭിക്കുന്നതിന് ഇടയാക്കുന്നുണ്ട് സുബ്രഹ്മണ്യ മന്ത്രവും കാളി മന്ത്രവും. അപ്പൊ കാളിയുടെ ബീജാക്ഷരി മന്ത്രങ്ങൾ, കാളിയുടെ ബീജാക്ഷരി മന്ത്രങ്ങളും അതുപോലെ തന്നെ സുബ്രഹ്മണ്യന്റെ ബീജാക്ഷരി മന്ത്രങ്ങളും അതുപോലെ പ്രധാനമാണ്. സുബ്രഹ്മണ്യൻ പല ഭാവങ്ങൾ, കാളിയുടെ ഭാവത്തിൽ തമോ ഗുണവും രജോ ഗുണവുമുണ്ട്. സത്വഗുണത്തിലുള്ള ഭാവങ്ങൾ അത് താരാദേവിയുടെ ഭാവത്തിലേക്ക് പോകുമ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതായിട്ട് വരുന്നത്. കാളിക്ക് ഉള്ള പ്രാധാന്യം കുറച്ചും കൂടി ഒരു കടുത്ത രീതിയാണ്. അതിൽ തന്നെ തമോ ഗുണ പ്രധാനമായത് വളരെ കുഴപ്പത്തിലേക്ക് പോകുന്നതുമുണ്ട്. പിന്നെ സുബ്രഹ്മണ്യന്റെ കാര്യം എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യൻ അനന്തമായ സാധ്യതകൾ നമുക്ക് തുറന്നു തരും. ജ്യോതിഷം പോലുള്ള ഒരു സാധാരണ ബുദ്ധിക്ക് അതീതമായിരിക്കുന്ന വിഷയങ്ങൾ പറയണമെങ്കിൽ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം വേണം. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യ പ്രീതികരങ്ങളാകുന്ന കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടാണ് ജ്യോതിഷത്തിൽ നിലനിൽക്കേണ്ടത് എന്ന് പറയുന്നത്. പിന്നെ സുബ്രഹ്മണ്യൻ ഒരേ സമയം തന്നെ സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്ക് നയിക്കുന്ന ദേവനുമാണ്. അതേസമയം പ്രായോഗിക ജീവിതത്തിന്റെ ഭദ്രതയും നൽകുന്നുണ്ട്. ഒരേ സമയം ഐഹികവും ആമുഷ്മികവുമായ പൂർണ്ണത തരുന്ന ഒരു ദേവതയാണ് സുബ്രഹ്മണ്യൻ. അപ്പോൾ ആ ദേവതാഭാവത്തിൽ, ദേവത എന്ന് പറയുമ്പോൾ ദേവിയും ദേവനും വരുമല്ലോ. സുബ്രഹ്മണ്യന്റെ പ്രത്യേകത ബാഹ്യ ജീവിതത്തിന്റെ പ്രാധാന്യത്തിലും വളരെ വലുതാണ്. ആന്തരിക ജീവിതത്തിന്റെ എന്ന് വെച്ചാൽ ബോധാതീതത്വത്തിലേക്കുള്ള യാത്രയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യന് ഒരുപാട് പ്രാധാന്യത്തോടുകൂടി ആചരിക്കേണ്ട ഒരു കാലമാണ് ഈ കാണുന്ന കലിയുഗത്തിലെ ഈ കാലചക്രം. സുബ്രഹ്മണ്യന് തന്നെ പല ഭാവങ്ങളുണ്ട്. ഒന്ന് ദേവിമാരോടൊപ്പം വള്ളി ദേവയാനി അഥവാ വള്ളി ദേവസേന സമേതനായ സുബ്രഹ്മണ്യ സ്വാമി, പിന്നെ ബാലകനായ സുബ്രഹ്മണ്യൻ, പിന്നെ യൗവനയുക്തനായ സുബ്രഹ്മണ്യൻ. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യൗവനയുക്തനായ സുബ്രഹ്മണ്യ ഭാവം, ബാലകനല്ല. ബാലക ഭാവത്തിലുള്ള സുബ്രഹ്മണ്യന്റെ മന്ത്രം ജപിക്കുകയും അത്തരം കാര്യങ്ങൾ ഉപാസനയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്താൽ കുറച്ചൊരു കഠിനത സ്വഭാവത്തിൽ വന്നുവിടുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാനത് ശീലിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. എന്നാൽ യുവത്വത്തിലേക്ക് എത്തുന്ന സുബ്രഹ്മണ്യനെ പൂജിച്ചു കഴിഞ്ഞാൽ അതിന് വളരെയേറെ പ്രാധാന്യമാണ്, സമ്പന്നതയുടെ പരമകോടിയിലേക്ക് എത്തിക്കും. എന്നാൽ ബാലസുബ്രഹ്മണ്യനെ പൂജിക്കുന്നവര് ആത്മീയമായ കാര്യങ്ങളിലേക്ക് കുറെ പ്രാധാന്യം വരുന്നവരായിട്ടാണ് കാണുന്നത്. എന്നാൽ അതേ സമയത്ത് ദുർവാശിക്കാരും കുറച്ചൊരു മൃദുവായ പെരുമാറ്റം കാഴ്ചവെക്കാത്തവരായി തീരുമെന്നും കേട്ടിട്ടുണ്ട്. പിന്നെ ബാലനായ സുബ്രഹ്മണ്യന്റെ വിധിയിലുള്ള മന്ത്രങ്ങൾ എന്ന് വെച്ചാൽ ബാലസുബ്രഹ്മണ്യനെ പ്രീതിയാക്കുന്ന മന്ത്രങ്ങളും മറ്റും ജപിക്കുമ്പോൾ അതിൽ അനുഷ്ഠാനങ്ങൾക്കൊക്കെ പല തെറ്റുകൾ വന്നാൽ അതിൻ്റെതായ ദോഷം ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കാവടി എടുക്കുമ്പോഴുള്ള വ്രതങ്ങൾക്കുമൊക്കെ അതുപോലെ ശക്തമായ ഒരു രീതിയുണ്ട്, ഒരു കർക്കശതയുണ്ട്. എന്നാൽ യൗവനയുക്തനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഭാവത്തിൽ അതൊന്നുമല്ല. കൂടുതൽ സൗന്ദര്യം വരിക, കൂടുതൽ നിറം വരിക, കൂടുതൽ ധനം വരിക, കൂടുതൽ മര്യാദ വരിക, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ബാഹ്യ ജീവിത പൂർണ്ണതയ്ക്ക് യൗവന ഭാവത്തിലുള്ള സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം അത്യാവശ്യമായിട്ട് കാണുന്നു. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഏകദേശം 8 വർഷം നിർമാല്യം തൊഴുത ഒരാളാണ് ഞാൻ. ഏകദേശം ആദ്യത്തെ 12 ദിവസം കൊണ്ടാണ് എനിക്ക് ഇപ്പോൾ കാണുന്ന ഈ മാറ്റം ശക്തമായിട്ട് അന്ന് വന്നത്. അതൊരു തരം ബോധോദയമായിരുന്നു എന്ന് തന്നെ പറയാം. അതിലെ 12 ദിവസം കൊണ്ട് തന്നെ ഞാനൊരു വേറൊരു ബോധതലത്തിലേക്ക്, വേറൊരു ബോധം ഇതിൽ മാറിപ്പോയി എന്നുള്ളതല്ല,
നിലവിലുണ്ടായിരുന്ന ബോധത്തിന്റെ അനന്ത സൂക്ഷ്മതയിലേക്ക് എനിക്ക് പോകാൻ സാധിച്ചു. അപ്പോൾ മുതലാണ് എനിക്ക് ഒരുപാട് കഴിവുകൾ പ്രകാശിതമായത്. അതെല്ലാം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയതിൻ്റെ ഫലമാണ്, അവിടുത്തെ മന്ത്രം ജപിച്ചതിൻ്റെ ഫലമാണ്. ഈ ജന്മത്തിൽ എനിക്ക് അത്രയും ശക്തമായിട്ട് അത് പ്രകടമായെന്ന് പറയും. അഗസ്ത്യനാടിയിലൂടെ അന്ന് പറഞ്ഞിരുന്നത് എനിക്ക് 9 കലകൾ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നും കൂടി പറഞ്ഞു. ഈ ജന്മത്തിൽ വാക്കുകൾ കൊണ്ട് പറയുന്നതിനൊക്കെ അപ്പുറമാണ്. നമ്മൾ അത്രമാത്രം സമർപ്പണത്തോടു കൂടിയാണ് സുബ്രഹ്മണ്യനെ ആചരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു ശക്തി. എന്നാൽ സുബ്രഹ്മണ്യന്റെ പ്രാധാന്യം, സുബ്രഹ്മണ്യന് പ്രാധാന്യമുള്ള ഭക്ഷണം, അങ്ങനെ രജോ ഗുണത്തിന് കുറെ പ്രാധാന്യം ഉണ്ടല്ലോ ചൊവ്വയ്ക്ക്. അതിനനുസരിച്ചുള്ള ഭക്ഷണം, തുവര, ഈ ആഗമശാസ്ത്ര വിധിപ്രകാരവും പിന്നെ നാഡിയുടെ വിധിപ്രകാരവും ഒക്കെ, അഗസ്ത്യനാടിയൊക്കെ ചെയ്യുന്ന വിധിപ്രകാരമൊക്കെ പറയുകയാണെങ്കിൽ സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്താൻ തുവര കൊണ്ടുപോയി നടയിൽ വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അതിപ്പോഴും നമ്മൾ ചിലരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന ജ്യോതിഷ സമ്പ്രദായം സൂക്ഷിക്കുന്നവരും അവരുടെ പ്രാചീന ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ ഇന്നത്തെ വിധികളല്ല കൂടുതലുണ്ട്. സുബ്രഹ്മണ്യനെ നേദ്യമായിട്ട് തുവര കൊണ്ട് പായസം ഉണ്ടാക്കി സമർപ്പിക്കാൻ പറയും. തുവര കൊണ്ടുവന്ന് അവിടെ നടയിൽ വെച്ചിട്ട് പോന്നാലും മതി എന്ന് പറയും. ക്ഷേത്രങ്ങളാണ്, നമ്മൾ വീടുകളിലാണെങ്കിൽ പായസം വയ്ക്കാം, അതായത് ക്ഷേത്രങ്ങൾ അത് ചെയ്യുന്നവരില്ല. അതൊക്കെ പിൽക്കാല തന്ത്രശാസ്ത്രങ്ങൾ വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ. അപ്പോൾ പിൽക്കാലത്തെ ഈ തന്ത്രസമുച്ചയൊക്കെ വന്നപ്പോൾ അങ്ങനെയുള്ള വിധികളും ഒക്കെ മാറി മറിഞ്ഞ് പോയതാണ്. എന്നാൽ പുരാതനമായിട്ടുള്ളത് നോക്കുമ്പോഴും പുരാതന ജ്യോതിഷികൾ ചെയ്യുന്ന വിധികളും ഒക്കെ നോക്കുമ്പോൾ അതിലെല്ലാം ഈ തുവരപ്പരിപ്പിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ചൊവ്വയ്ക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്, ചൊവ്വയ്ക്ക് തീരെ ബലമില്ലാത്തവർ ചുവപ്പ് വസ്ത്രങ്ങൾ ധാരാളം അണിയുന്നതല്ല, ചുവപ്പിന്റെ പല വെറൈറ്റികൾ ഇനങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. ചുവന്ന ആഭരണങ്ങളും അങ്ങനെ എല്ലാം തന്നെ ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും. പിന്നെ അത് എത്ര ഡിഗ്രി വരെയാണ് ചൊവ്വയുടെ സൂക്ഷ്മത എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ. പലപ്പോഴും സാധാരണഗതിയിലുള്ള ജ്യോതിഷത്തിൽ ഞാൻ പരമാവധി ചെയ്യാറുണ്ട് എങ്കിലും ഞാൻ മറ്റുള്ളവരെങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. ചൊവ്വയ്ക്ക് എത്ര ഡിഗ്രി വരെയാണ് സ്വാധീനം എന്നുള്ളത് നോക്കിയിട്ട് വേണം ഏത് മന്ത്രമാണ്, ഇപ്പൊ ശരവണഭവ അല്ലെങ്കിൽ ഓം വചത് ഭുവേ നമഃ അല്ലെങ്കിൽ ബാലസുബ്രഹ്മണ്യ മന്ത്രം, ഇതിലൊക്കെ ഏതെങ്കിലും ജപിക്കേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ടത്. അത് എത്രമാത്രമാകാം. ചില മന്ത്രങ്ങൾ തന്നെ പ്രത്യേകിച്ച് ചൊവ്വയ്ക്ക് പ്രാധാന്യം വരുന്നതുകൊണ്ട് കാളിയുടെയും സുബ്രഹ്മണ്യന്റെയും ഒക്കെ മന്ത്രം ജപിക്കുമ്പോൾ എത്ര തവണയാകാം, എത്ര തവണ ആകരുത്, ഇത്ര കാലം കഴിയുമ്പോൾ കുറച്ച് മാറ്റേണ്ടതായിട്ട് വരാം. അതൊക്കെ മനസ്സിന് അതൊക്കെ അറിയേണ്ടതാണ്. കാരണം മനസ്സിന് ക്ലേശം വരുന്ന സന്ദർഭങ്ങളെ തിരിച്ചറിയണം. ചിലർ പറയാണ്ട് ജപിച്ച് ഇപ്പം മാനസികമായി മഹാപ്രശ്നമാണെന്ന് പറയുന്നവരോട് ഞാൻ പറയുടെ ജപം നിർത്താൻ. അത് ഈ മന്ത്രമെന്നല്ല, ഏത് മന്ത്രമാണെങ്കിൽ അതപ്പോൾ അവർക്ക് വേണ്ടുന്നത് അളവിൽ പറഞ്ഞു കൊടുക്കാനും ഏതൊക്കെ കാലയളവിൽ ഏതൊക്കെ എത്രമാത്രം ആകാമെന്ന് പറഞ്ഞു കൊടുക്കാനും നമുക്ക് കഴിയണം. അതിനവർ നിലവിൽ അത്രയും ആധികാരികതയുള്ള ഒരു ജ്യോത്സ്യനെ സമീപിക്കുകയാണ് പ്രധാനം. പക്ഷേ അതെല്ലായിടവും നടപ്പിലുണ്ടോ എന്നറിയില്ല, എന്നാൽ ഞാനത് ചെയ്യാറുണ്ട്.